ഹലോ എവ്രിവൺ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം വീഡിയോസൊക്കെ ഇടണം എന്നൊക്കെ വിചാരിച്ചിരിക്കുന്ന സമയത്താണ് പെട്ടെന്നൊരു പനിയും ജലദോഷവും ഒക്കെ അങ്ങ് വന്നത്. എനിക്കും ആച്ചൂനും നല്ല വയ്യായ്മ ഉണ്ടായിരുന്നു. ആച്ചൂനാണെന്നുണ്ടെങ്കിൽ പനി ഉണ്ടായിരുന്നു, ജലദോഷം ഉണ്ടായിരുന്നു. അവളുടെ മാറി, അവൾക്ക് പനിയും ജലദോഷം വന്നു. ഒരു ദിവസം കഴിഞ്ഞപ്പോഴത്തേനും എനിക്കും പനിയും ജലദോഷം വന്നു. അപ്പം അവളുടെ അടുത്ത് നിന്ന് എനിക്ക് കിട്ടിയതുള്ള രീതിയാണ്. അപ്പം അവളുടേത് മാറി, പക്ഷെ എൻ്റേത് നന്നായിട്ട് സൗണ്ടൊക്കെ പോയി, എല്ലാം ശബ്ദമൊക്കെ അങ്ങ് അടഞ്ഞു പോയി. സംസാരിക്കാൻ നല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നു. മൂക്കൊക്കെ നന്നായിട്ട് അടഞ്ഞിരിക്കുകയായിരുന്നു. അപ്പം വീഡിയോസൊന്നും എടുക്കാനൊന്നും പറ്റില്ല. അപ്പം വലിയ ആക്റ്റീവൊന്നും അല്ലായിരുന്നു ഞങ്ങൾ രണ്ടുപേരും. എന്നാലും ഇവിടെ ഇന്ന് വീട്ടിൽ നടന്ന ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പം കുട്ടി കുട്ടി കാര്യങ്ങൾ, ഞങ്ങളുടെ കുട്ടി കുട്ടി മൊമെന്റ്സ്, അതൊക്കെ ഞങ്ങൾ ചെറുതായിട്ട് റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം നിങ്ങൾക്കത് കാണിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ എന്നത്തെയും പോലെ തന്നെ ഞാൻ ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ട് തിരക്കിട്ട് ഇറങ്ങുകയാണ്. ഇത് കണ്ടിട്ട് ആച്ചുവാണെന്നുണ്ടെങ്കിൽ കയ്യും കാലൊക്കെ ഇട്ട് അടിക്കാൻ തുടങ്ങി. അവളെയും കൊണ്ടുപോകുന്ന വിചാരിച്ചിട്ടായിരിക്കാം. ട്രാവലിംഗ് ഒക്കെ അവൾക്ക് ഒരുപാട് ഇഷ്ടമാണ്. അതുകൊണ്ട് ഈ ചാൻ എന്ത് ചെയ്യും, എല്ലാ ദിവസവും രാവിലെ പോകുന്നതിന് മുന്നേ ഇതുപോലെ മടിയിലൊക്കെ ഇരുത്തി കുറച്ച് നേരം കളിപ്പിച്ചിട്ടൊക്കെ അവളെ ഒന്ന് സന്തോഷിപ്പിച്ചിട്ടാണ് വർക്കിന് പോകാറുള്ളത്. പക്ഷേ അവളെ നമ്മൾ തിരിച്ച് വിളിക്കുമ്പോഴത്തേനും ആളുടെ മുഖമൊക്കെ മാറും. ചിലപ്പം വരില്ല, പക്ഷേ വിളിക്കുമ്പോഴത്തേനും ചിലപ്പോൾ കരയും. എന്നാലും സാരമില്ലെന്ന് വെച്ച് പിന്നെ ബാഗൊക്കെ കൊടുത്ത് പിന്നെ അവൾ ഓക്കെ ആയിക്കോളും. അങ്ങനെ ഞാൻ വർക്കിന് പോയി. അപ്പോഴത്തേക്ക് അവൾക്ക് ചെറിയ ഉറക്കമൊക്കെ വരുന്നുണ്ടായിരുന്നു. അങ്ങനെ അവളെ എന്നാൽ പിന്നെ ഉറക്കിയിട്ട് ഉറങ്ങുന്ന സമയത്ത് എന്തെങ്കിലും ചെയ്യാമെന്ന് വിചാരിച്ച് അടുക്കളയിലേക്ക് പോയി. അപ്പം കുറച്ച് പച്ചക്കറിയൊക്കെ അവിടെ ഇരിക്കുന്നത് കണ്ടപ്പോൾ എന്നാൽ പിന്നെ അവിയൽ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. വീട്ടിലെല്ലാവർക്കും നോയമ്പൊക്കെയാണ്. അപ്പം അതുകൊണ്ട് തന്നെ മീനോ ഇറച്ചിയൊന്നും ആരും കഴിക്കുന്നില്ല. ഞാനും ചേട്ടായും മാത്രമേ ഇവിടെ നോയമ്പ് നോക്കാതെ ഉള്ളൂ. അപ്പം അങ്ങനെ അവിയലൊക്കെ റെഡിയാക്കി കഴിഞ്ഞു. അപ്പം കുറച്ച് കഴിഞ്ഞ് ഈ ചായ വന്നു. ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയി ഈ ചായ വന്നു, ഇച്ചിരി നേരത്തെ വന്നു. അപ്പം ഞങ്ങൾ ഇങ്ങനെ പുറത്തേക്ക് ഇറങ്ങി പൊന്നുവിൻ്റെ കൂടെ കുറച്ച് നേരം കളിക്കുകയായിരുന്നു. അങ്ങനെ അവൾക്കാണേലും പൊന്നുവിനെ കാണുന്നത് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം പൊന്നുവിൻ്റെ കൂടെ കളിക്കാമെന്ന് വിചാരിച്ച് ഞങ്ങൾ രണ്ടുപേരും പുറത്തിറങ്ങി. അവളുടെ കൂടെ കുറച്ചപ്പം മിച്ചാൻ കുറച്ച് വീഡിയോസൊക്കെ ഇങ്ങനെ എടുത്തു തന്നു. പൊന്നുവിനെ കാണുമ്പം ഭയങ്കര ഹാപ്പിയാണ് അവൾ. പൊന്നുവാണെങ്കിലും അവൾക്കാണെങ്കിലും ഭയങ്കര ഇഷ്ടമാണ് ആച്ചുവിനെ. പ്രത്യേകിച്ച് ഇങ്ങനെ നമ്മൾ വിചാരിക്കുന്ന ദൈവമേ അവളെ ഞാൻ ഉപദ്രവിക്കുമെന്ന്. പക്ഷേ ഇവളെ കാണുമ്പോൾ ഭയങ്കര റെസ്പെക്റ്റോടെ നിൽക്കുന്ന പോലെയാണ് നിൽക്കാറ്. അങ്ങനെ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തു. പൊന്നൂനിപ്പം ഈ വർഷം 2 വയസ്സാവും. അവളുടെ ഒരു 1.5 വയസ്സ് വരെയും ഞങ്ങളുടെ ഒപ്പം വീട്ടിനുള്ളിലായിരുന്നു അവൾ ഉണ്ടായിരുന്നത്. ആച്ചു ജനിച്ചതിന് ശേഷം പിന്നെ ഞങ്ങൾ അവളെ പുറത്തേക്കാക്കി. അതുകൊണ്ട് തന്നെ അവൾക്ക് ചൂട് എപ്പോഴും ഞങ്ങളുടെ കൂടെ റൂമിലൊക്കെ വന്ന് കിടക്കും. ഇങ്ങനെ പതിഞ്ഞ് വന്ന് കിടക്കും ചൂടാവുമ്പം. അപ്പം ഈ വെയിലൊക്കെ ആദ്യമായിട്ടാണ് അവൾ ഈ ചൂട് സമയത്ത് പുറത്തൊക്കെ ഉള്ളത്. അതുകൊണ്ട് തന്നെ അവൾക്ക് ആ ചൂടൊന്നും അത്ര അങ്ങ് സഹിക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ട് തണുപ്പ് കിട്ടുന്ന സമയത്തൊക്കെ അവൾ വന്നിട്ട് എവിടെയെങ്കിലുമൊക്കെ പുറത്താണെങ്കിലും തണുപ്പ് എവിടെയാണെന്ന് കണ്ടുപിടിച്ച് അവിടെ വന്ന് പതിഞ്ഞങ്ങ് കിടക്കും. അങ്ങനെയാണ്. അപ്പം അകത്തേക്കൊക്കെ വരാനാണെങ്കിൽ അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ ഇപ്പോൾ കുഞ്ഞുള്ളതുകൊണ്ടാണെന്ന് അവൾ മനസ്സിലാക്കിയിട്ടാണെന്ന് അറിയില്ല, പൊതുവെ അങ്ങനെ വരാറൊക്കെ കുറവാണ്. പിന്നെ കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേനും അവളെ കുളിപ്പിക്കാമെന്ന് വിചാരിച്ചു. ഇപ്പം വെള്ളം കാണുമ്പോഴത്തേനും ഭയങ്കര കളിയും ഒക്കെയാണ്. അപ്പം ഞാൻ അങ്ങനെ തന്നെ അവളെ കൊണ്ടുപോയി കുറച്ച് നേരം എന്നാൽ പിന്നെ വെള്ളത്തിൽ കളിപ്പിക്കാമെന്ന് വിചാരിച്ച് അവിടെ കൊണ്ടുപോയിരുത്തി. അങ്ങനെ അവൾ കളിക്കാനൊക്കെ തുടങ്ങി. കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ഒന്ന് പുറത്തേക്ക് പോകാമെന്ന് വിചാരിച്ച് പെട്ടെന്ന് അവളെ കുളിപ്പിച്ച് പുറത്തേക്ക് പോകാനുള്ള പരിപാടിയൊക്കെ ചെയ്തു. അതിനുശേഷം തിരിച്ചു വന്ന് സമയം ഇപ്പം കുറച്ച് ലേറ്റായി. ഇപ്പം തിരിച്ചു വന്ന് അവളെ ഉറക്കാമെന്ന് വിചാരിച്ചപ്പോഴത്തേനും ആളാണെങ്കിൽ ഉറങ്ങുന്നുമില്ല. അപ്പം ഈ ചായൻ തിരിച്ച് വേറെ പരിപാടിയൊക്കെ ആയിട്ട് വീണ്ടും വന്ന് പുറത്തേക്ക് പോയി. ആളിപ്പം ഞാനപ്പോൾ ഇവളൊന്ന് കിടത്തി ഉറക്കിയിട്ടെന്നാൽ ഉറങ്ങാമെന്ന് വിചാരിക്കുമ്പോഴാണ് ഇവളെ ഒട്ടും ഉറങ്ങുന്നില്ല. കുറേ നേരം പിന്നെ പയറ്റിയിട്ടാണ് അങ്ങനെ ഫൈനലി അവളെ ഉറക്കി. ഉറങ്ങുന്നില്ല ഇപ്പോൾ? പപ്പ വരാൻ കാത്തിരിക്കുവാണോ? ആണോ? ഇത് ഇവിടെ നോക്ക്.
അപ്പൊ ഇത്രയൊക്കെയുള്ളൂ നമ്മുടെ ഇന്നത്തെ വിശേഷം. നെക്സ്റ്റ് ടൈം കാണുന്നത് വരെ ബൈ.